ഒരു കാര്യത്തിൻ്റെ നീണ്ട ലിസ്റ്റാണ്. സത്യത്തിൽ ബിരിയാണിയുടെ ലിസ്റ്റ് പോലും ഇത്ര വലുതായിരിക്കാൻ സാധ്യതയില്ല എന്നതാണ്. ആ കവർന്നെടുക്കപ്പെട്ട അതിൻ്റെ ഒരു ഫിഗറാണ് ഈ പറയുന്ന 65,000 കോടി രൂപ. എന്ന് പറഞ്ഞ് സർക്കാർ ജീവനക്കാരുടെ ചികിത്സ അല്ലെങ്കിൽ അതിലുള്ള ഒരു പരിരക്ഷ അത് പൂർണ്ണമായി എടുത്തു കളഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റം മൂലം എത്രയോ ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്ര ദുസ്സഹമാണ് ഇവിടുത്തെ സാഹചര്യം. നമസ്കാരം. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും പണിമുടക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ആദ്യ വാരത്തോടുകൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പണിമുടക്കാൻ പോവുകയാണ്. നിരവധി ആനുകൂല്യങ്ങളാണ് നമ്മുടെ ഈ ഇടത് സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതുകൂടാതെ നിരവധി ആവശ്യങ്ങൾ സർക്കാർ ജീവനക്കാർ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിലും മറ്റ് സ്ഥാപനങ്ങളുടെ മുൻപിലുമെല്ലാം തന്നെ ഈ ഇടത് സർക്കാരിൻ്റെ ഭരണകാലത്ത് നമ്മൾ നിരവധി സർക്കാർ ജീവനക്കാരുടെ സമരമുറകളെല്ലാം തന്നെ കണ്ടതാണ്. എന്തായാലും എന്നെ ഇന്ന് അതിശയപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു നോട്ടീസിൻ്റെ പുറകുഭാഗമാണ്. അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ ജീവനക്കാർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല, എന്തൊക്കെ വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു കാര്യത്തിൻ്റെ നീണ്ട ലിസ്റ്റാണ്. സത്യത്തിൽ ബിരിയാണിയുടെ ലിസ്റ്റ് പോലും ഇത്ര വലുതായിരിക്കാൻ സാധ്യതയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. 65,000 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് തട്ടിപ്പിടിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ പണിമുടക്കാൻ പോവുകയാണ്. ഞാൻ ഈ പരിപാടിയുടെ ഈ കൺവെൻഷൻ പരിപാടിയുടെ നോട്ടീസിൻ്റെ പുറകുഭാഗം കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. എന്താണ് ഈ സംഭവം? നമ്മുടെ കഴിഞ്ഞ 8-8.5 വർഷക്കാലമായുള്ള സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഓരോന്നായി പിടിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ആ ആനുകൂല്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന അവരുടെ അവകാശങ്ങൾ ആ കവർന്നെടുക്കപ്പെട്ട അതിൻ്റെ ഒരു ഫിഗറാണ് ഈ പറയുന്ന 65,000 കോടി രൂപ. അത് 5 വർഷമായിട്ട് ഇവിടെ ലീവ് സറണ്ടർ കൊടുക്കുന്നില്ല. 2019 ശമ്പളം പരിഷ്കരിച്ച കുടിശ്ശിക ഇനത്തിൽ ഉള്ള കുടിശ്ശിക നൽകാമെന്ന് പറഞ്ഞത് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഈ ജൂലൈ മാസത്തിൽ അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതാണ്. അതിനെപ്പറ്റി ഒരു കമ്മീഷനെ പോലും വച്ചിട്ടില്ല. മെഡിസെപ്പ് എന്ന് പറഞ്ഞ് സർക്കാർ ജീവനക്കാരുടെ ചികിത്സ അല്ലെങ്കിൽ അതിലുള്ള ഒരു പരിരക്ഷ അത് പൂർണ്ണമായി എടുത്തു കളഞ്ഞു. 6 ഗഡു 19% ക്ഷാമബത്തെയാണ് സംസ്ഥാനത്ത് ജീവനക്കാർക്ക് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. ഈ ഡിസംബർ മാസമാകുമ്പോൾ 1 ഗഡു കൂടി കുടിശ്ശികയാവും. 2019 ശമ്പളം പരിഷ്കരിക്കുന്ന ഘട്ടത്തിൽ 16% ക്ഷാമബത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് സർക്കാർ തന്ത്രപൂർവ്വം അപഹരിച്ചു. ഈ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസത്തിലും ഒക്ടോബർ മാസത്തിലും 2 ഗഡു ക്ഷാമബത്തെ അനുവദിച്ചു. അതിലെ 39 മാസത്തെ കുടിശ്ശിക അനുവദിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ ജീവനക്കാരുടെ വേതന ഘടനയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എത്രയോ പതിറ്റാണ്ടുകൾ പുറയിലേക്ക് ആ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്തുടനീളം സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കും അതത് സംസ്ഥാനങ്ങളിലുള്ള ജീവനക്കാർക്കും കൃത്യമായി ക്ഷാമബത്ത് ലഭിക്കുന്നു. അവരുടെ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നു. ഇവിടെ സംസ്ഥാനത്ത് വരുമ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത്. അത് ഈ ഗവൺമെൻറ് ഒരു തുടർ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുമ്പ് 1-2 പ്രാവശ്യം ഞങ്ങൾ സൂചനാ പണിമുടക്കം നടത്തിയിരുന്നു. ഇടത് സർവീസ് സംഘടനകൾ പല കാര്യങ്ങളിലും ഇവർ ഒത്താശ ചെയ്തുകൊണ്ട് അവരവിടെ രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലമാറ്റം നടത്താനും മറ്റ് കാര്യങ്ങളൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ പാർശ്വവർത്തികളായി ഭരണവിലാസ സംഘടനകളായി നിന്നുകൊണ്ട് ചെയ്യുകയാണ്. ജീവനക്കാരെ മൗലികമായി ബാധിക്കുന്ന ഒരു വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, അല്ലെങ്കിൽ ആ ദുരൂഹ മരണം. അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താൻ CBI അന്വേഷണമാണ് അവരുടെ കുടുംബം ആവശ്യപ്പെട്ടത്. സർക്കാർ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റം മൂലം എത്രയോ ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിരൂക്ഷമായ വിലക്കയറ്റമാണ് ഈ സംസ്ഥാനത്തുള്ളത്.
അതിരൂക്ഷമായ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില, അരിയുടെ വില 60 രൂപ, വെളിച്ചെണ്ണ 250 രൂപ, വെളുത്തുള്ളിക്ക് 400 രൂപ, മുളകിന് 250 രൂപ. ഒരു സാധാരണക്കാരന് അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്ര ദുസ്സഹമാണ് ഇവിടുത്തെ സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് പണിമുടക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സെറ്റോ സംഘടനകൾ, UTF സംഘടനകൾ, സംയുക്ത സമരസമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ജനുവരി മാസം 22-ാം തീയതി സംസ്ഥാനത്തെ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുകയാണ്. ഇതുമായി സഹകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് തൊഴിൽ മേഖലയിലുള്ളവരെല്ലാം ഈ കൂലി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട വേതന സംബന്ധിച്ച് അസ്വസ്ഥതകളുള്ള മേഖലകളിലുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പണിമുടക്കുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നത് ഈ തവണത്തെ ഈ ബഡ്ജറ്റിൽ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി ഞങ്ങളൊന്ന് പഠിച്ചിട്ടാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ സർക്കാരിൻ്റെ സമീപനം അവസാനത്തെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് ആഴത്തിലൊന്ന് പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ ആ കാര്യത്തിലും തീരുമാനമെടുത്തു മുമ്പോട്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ സമര കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളേവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമോ എന്നതാണ്. എന്തായാലും ആ ചോദ്യത്തിനുള്ള ഉത്തരം വഴിയെ സർക്കാരിനും മനസ്സിലാകുമെന്ന് വ്യക്തമാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.